നമസ്കാരം, IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നേഗ. ഇന്നിങ്ങനെയൊക്കെ എത്തിയിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു പ്രാവശ്യം മുഖക്കുരു നന്നായി വന്നിരുന്നു എന്നുള്ളത്. അതെന്റെ തന്നെ ഒരു അശ്രദ്ധ കുറവാണ്ട്. ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഫേസ് പാക്ക് കിറ്റ് വാങ്ങിച്ച്, ഫേസ് പാക്ക് അല്ലല്ലോ, സോറി, ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ച് ഞാൻ ഒരു മാരേജിന് വേണ്ടി ട്രൈ ചെയ്തു. പാർലറിൽ പോകാൻ മടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോ പക്ഷെ ആ ചെയ്ത് കുറച്ച് 2-3 ദിവസം എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞൊരു ദിവസം ഞാൻ എന്താ പറയാ, വണ്ടിമേ 2 വീലറുമേ വെയിലത്ത്, നല്ല നട്ടപ്പറ വെയിലത്ത് ഞാൻ സൺഗ്ലാസ് മാസ്കോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടിമേ ട്രാവൽ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂടുകുരു പോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ പൊന്തിണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോകും എന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് റാഷസ്, പിന്നെ ഇച്ചിങ്, ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില്, വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഒരു തരം വലിച്ചില് പോലെ, ഫേസിന് ഭയങ്കരമായ ഒരു വലിച്ചില്. ഞാൻ വിചാരിച്ചു മാറുന്ന. അതിനു മുമ്പ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഫേസിൽ ഒരു കുരു പോലും എനിക്ക് വന്നിട്ടില്ല. ഈവൻ പീരീഡ്സിന്റെ സമയത്ത് പോലും എനിക്ക് കുരുക്കൾ വന്നിട്ടില്ല. എനിക്ക് ഫേസ് അത്രയും ക്ലിയർ ആയിരുന്നു. എന്ത് അപ്ലൈ ചെയ്താലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ അതെനിക്ക് പണി തന്നു, സത്യം പറയാലോ. ഞാൻ പോകുമെന്ന് വിചാരിച്ച് കുറെ ദിവസം നിന്ന് കുറച്ചൊക്കെ പോയി കേട്ടോ, കുറച്ച് അങ്ങനെ റാഷസ് അവിടെ തന്നെ നിന്നു. അത് എന്താ പറയാ, ഡെയിലി അത് അതിന്റെ വലിപ്പം കൂടി തുടങ്ങി. പിന്നെ എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, പഴുപ്പ് പോലെ ചില അങ്ങനെ നിൽക്കുക, അങ്ങനെയൊക്കെ നീര് വന്ന് ഫേസിന്റെ കോല ആകെ മാറി. പിന്നെ എനിക്കിത് ആദ്യമായിട്ട് വന്നത് കൊണ്ട് വല്ലാത്തൊരു സ്ട്രെസ്, ഞാനത് പൊട്ടിക്കാൻ തുടങ്ങി. അത് പിന്നെയും സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഞാൻ അതിന്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടില്ല. ആക്ച്വലി എനിക്കത് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്ത് വെച്ച് നോക്കും, എന്നിട്ട് അത് എന്താ പറയാ, അത് ഡിലീറ്റ് ചെയ്യും. കാരണം എനിക്ക് കാണാൻ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആക്ച്വലി. അത് ഭയങ്കരമായിട്ട്. എന്നിട്ട് അത് കരിയും, അത് പൊട്ടിച്ച് പിന്നെ അടുത്തത് വരുമ്പോൾ ഒന്ന് ഉണങ്ങും, എന്നിട്ട് അത് കറുത്ത പാടുകളാവും. ഇവിടെയൊക്കെ നിറച്ച്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫേസേ അല്ല അത് ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാം, ഇവിടെ കുറച്ച് പാടുകളൊക്കെ അതിന്റെ ഉണ്ട്. പക്ഷെ എന്നാലും അത്ര വിസിബിൾ അല്ല. പക്ഷെ നന്നായി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു കേട്ടോ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അവരെ എനിക്ക് ഒരു ഫേസ് വാഷും സൺസ്ക്രീമും എനിക്ക് സജസ്റ്റ് ചെയ്തു. ഞാനത് വാങ്ങിച്ചു. 1 മന്ത് ഞാൻ അത് യൂസ് ചെയ്തു. എന്നിട്ടും ഇത് കൂടുന്നു എന്നല്ലാതെ കുറയുന്ന ഒരു ലക്ഷണമോ ഇല്ല. പിന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഞാനൊരു സംഭവം കണ്ടു, ഒരു ഫേസ് പാക്കിനെ കുറിച്ച് കേട്ടു. ജീരകം നല്ലതാണ്, ജീരകപ്പൊടി. അപ്പൊ ഞാൻ ജീരകവും നല്ലതാണ്, പെരിഞ്ജീരകവും നല്ല പൊടിയുടെ ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രണ്ടും ട്രൈ ചെയ്തു. ഗോഡ് പ്രോമിസ്, അതാണ് എനിക്ക് റിസൾട്ട് തന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്തു, ഒരു ദിവസം പോലും വിടാതെ. എനിക്കറിയില്ല അത് നല്ലതാണോ കോട്ടയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഡെയിലി അങ്ങനെ യൂസ് ചെയ്യുന്നത് എത്രത്തോളം കണ്ട് നല്ലതാണെന്ന് ഞാൻ ആലോചിച്ചതേ ഇല്ല. പക്ഷെ ഞാൻ ഡെയിലി എനിക്കിത് മാറ്റല്ല, എനിക്ക് സ്ട്രെസ് അടിച്ച് ഞാൻ ചത്തുപോകും അതുപോലെ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഞാൻ ജീരകമാണ് ബെസ്റ്റ് കേട്ടോ. ജീരകപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെരുംജീരകപ്പൊടി നല്ലത് തന്നെ. ജീരകപ്പൊടി, കോഫി പൗഡർ, പാലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്, പാലും തൈരും. അത് ആ സമയത്ത് എനിക്ക് തൈര് തീരെ പറ്റിയിരുന്നില്ല. പാലായിരുന്നു ഞാൻ കൂടുതലും ചൂസ് ചെയ്തത്. അത് പാട കളഞ്ഞിട്ടുള്ള പാലാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഹണി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും. ഇതായിരുന്നു ഞാൻ ഡെയിലി യൂസ് ചെയ്തിരുന്നത്. ഇടയ്ക്ക് ഞാൻ കടലമാവ് യൂസ് ചെയ്യും കേട്ടോ. ജീരകപ്പൊടിക്ക് പകരം ഞാൻ കടലമാവ് യൂസ് ചെയ്യും. പക്ഷെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കരമായ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്ന ഒരു ഫേസ് പാക്കാണ്. ഞാൻ വേറെ ഒരു ഫേസ് പാക്കിനെയും കുറെ ഫേസ് പാക്ക് ഉണ്ടാവും എന്റെ. ഇപ്പൊ ഞാൻ മടിയായിട്ട് ഇപ്പൊ ഫേസ് പാക്ക് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഫേസ് പാക്ക്, നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആവും ഡെയിലി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ ഫേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത്, നമ്മുടെ ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ കെട്ടിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. അത് മുഖക്കുരുന്ന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയാണ്
ഞാന് ഇതാണ് ഞാൻ എൻ്റെ ഒരു ആ സമയത്ത് ആ മുഖക്കുരു വന്ന സമയത്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ഒരു 1.5 ഇയർ ഞാൻ മുഖത്ത് കുരുവും കൊണ്ട് നടന്നു, മുഖക്കുരുവും വെച്ച് നടന്നു. അത് പിന്നെ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫേസിൽ. അത് വന്നതിന് ശേഷം ഒന്നും ഒരു സാധനവും ഞാൻ അപ്ലൈ ചെയ്യും. കുറച്ച് നാൾ ഞാൻ സ്കിൻ കെയർ പോലെ ചെയ്തു, സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ഇട്ടിട്ട്. പക്ഷെ കൂടുന്നുണ്ടായിരുന്നില്ല, എന്നാൽ കൂടി കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതും സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് ഞാൻ ഫേസിനെ ഫ്രീ ആയിട്ട് വിട്ടു. ഇത് മാത്രം ചെയ്തു. ഇത് മാത്രം ഒരു 2 months എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു റിസൾട്ട് വന്നു തുടങ്ങി. കുരുക്കള് വരണത് നിന്നു. പിന്നെ പാടുകൾ മാറ്റായിരുന്നു. ആ പാടുകൾ മാറ്റാനായിട്ട് ഞാൻ ഇതിന് പകരം എന്ത് ചെയ്തു, പലതും റൈസ് പൗഡറായിട്ടും ഈ ജീരകപ്പൊടിക്ക് പകരം മറ്റു സാധനങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ നോക്കാം. ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഈസിയാണ്, എല്ലാ ഫേസ് പാക്കും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് നോക്കാട്ടോ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൂവിന്റെ കേട്ടോ, ഒരു 2 രൂപയുടെ കോഫി പൗഡർ കിട്ടും. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തൈരാണ്. പിന്നെ ഹണി എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് തയ്യാറാക്കാം. അതേ ഇതിലേക്ക് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇത് പൊട്ടിച്ച് ഇതിൽ ചേർക്കാം. ചേർക്കുന്നുണ്ട് കേട്ടോ. ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ. അതില് 2 ഡ്രോപ്സ് ഹണി ചേർത്താൽ മതിയാ. എനിക്ക് അങ്ങനെ കണക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാനതൊക്കെ 2 ഡ്രോപ്സ് ഇട്ടാൽ മതി കേട്ടോ. സ്കിന്നൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹണി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതൊരു ടീസ്പൂൺ ചേർക്കണം കേട്ടോ, പെരിഞ്ജീരകപ്പൊടി. ജീരകപ്പൊടി 1 സ്പൂൺ ചേർക്കണ്ട. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, നന്നായി മിക്സ് ചെയ്യാം. ഫേസ് നന്നായി ഒന്ന് ക്ലൻസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് മുഖത്ത് ഇത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് നന്നായി അത് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്കിലും ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടർ പറയുന്ന പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തോളൂ. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എ പോസിറ്റീവ് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ വരുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ താരൻ മുഖക്കുരു ഒക്കെ അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ വരുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ടാവും. അതൊക്കെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തോളൂ. പിന്നെ അതൊരു ഏജ് ഒക്കെ ആകുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എന്ന് കരുതി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫേസ് പാക്ക് ഉള്ളത്. ഇനി അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാട്ടോ. നല്ല സ്മെല്ലാ കോഫിയുടെ. എനിക്ക് കോഫിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറും കേട്ടോ. അത് നിങ്ങൾ എനിക്കിങ്ങനെ പ്രോമിസ് പറയാനേ പറ്റുള്ളൂ. ഇങ്ങനെ കാണിച്ചു തരാനായിട്ട് പറ്റില്ലല്ലോ. എൻ്റെ ഫേസിൽ നല്ലോണം കുരുക്കളുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിന്റെ ഫോട്ടോസ് എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചില്ല എന്നുള്ളത്. ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഫേസ് പാക്ക് ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ അത്രയും ഇത് കണ്ടിട്ട്. പക്ഷെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയാ ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു ക്ഷമ ഉണ്ടെങ്കിലാണ് മാറ്റം കിട്ടുള്ളൂ. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് പോയിട്ടൊന്നും കാര്യമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നുണ്ടോ. ഒരു 15 minutes to 20 minutes നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് അതിന്റെ ഇടയിൽ കിച്ചണിലൊക്കെ ഒരുപാട് പണിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു വർക്കിന്റെ ഇടയിൽ ഇത് ചെയ്തിട്ട് ഇത് ഫേസിലിട്ടിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അപ്പൊ ഇതിങ്ങനെ 20 minutes ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിത് തുടച്ചെടുക്കാം. എന്നിട്ട് വെള്ളം കൊണ്ട് കഴുകാം. അപ്പൊ വെയിറ്റ് ചെയ്യാം. 20 minutes കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ 20 minutes ആയിട്ടുണ്ട് കേട്ടോ.
ഒക്കെ നന്നായി ഡ്രൈ ആയിട്ടില്ല, എന്നാലും ഡ്രൈ ആവണമെന്നില്ല. 20 മിനിറ്റ്സ് ഇങ്ങനെ പിടിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നനച്ച് ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാം. ഇപ്പൊ നോക്കൂ, എന്റെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഇതിനേക്കാൾ മുമ്പും ശേഷമുള്ള ഫേസുള്ള മാറ്റം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് മുഖക്കുരു ഉള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ളവര്, പിന്നെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ കാരണമൊക്കെ ഉണ്ടാവും. എനിക്ക് പറയാൻ മറന്നൊരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് നോൺ കഴിച്ചാൽ കൂടുമായിരുന്നു. അതുപോലെ ഒരുപാട് എന്താ പറയാ, ചില ഫുഡ്, ഏത് ഫുഡാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് കഴിച്ച ചിലപ്പോൾ മുഖത്ത് കുരു വരും. അങ്ങനെ ഒരു 1.5 വർഷം ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു കേട്ടോ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നതും. ഇത് എങ്ങനെ ഞാൻ വിചാരിച്ചത് മാറില്ല എന്ന് കേട്ടോ. ഇപ്പൊ എനിക്ക് എന്ത് കഴിച്ചാലും മുഖക്കുരു വരുന്നില്ല. അത് എന്താണെന്നറിയാം, ഞാൻ ഒരു ട്രീറ്റ്മെന്റും എടുത്തിട്ടില്ല, ഇൻടേക്സ് ഒന്നും എടുത്തിട്ടില്ല, ഉള്ളിലേക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അത് എനിക്ക് എന്താ പറയാ, പ്രോമിസ് ആണ് ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഗോഡ് പ്രോമിസ്. ഞാൻ ഇൻടേക്സ് ഒന്നും എടുക്കാതെ തന്നെ ഇത് കംപ്ലീറ്റ് മാറ്റിയ ആളാണ്. ഈ ഒരൊറ്റ ഫേസ് പാക്ക് വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി ജീരകപ്പൊടിക്ക് പകരം മറ്റേ കടലമാവും പിന്നെ അരിപ്പൊടി, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മുഖക്കുരുള്ളവർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫേസ് പാക്ക് ആണ് ഇത്. വേറെ കുറെ ഫേസ് പാക്കുകൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല. ഈ ഫേസ് പാക്ക് ഇപ്പം ഞാൻ കുറെ റീൽസിലും വീഡിയോസിലും യൂട്യൂബ് വീഡിയോസിലും നോക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി മുഖക്കുരുള്ളവർ, കറുത്ത പാടുകളൊക്കെ നന്നായി മാറും. എൻ്റെ ഇവിടെയൊക്കെ ഇതൊന്നും അല്ല അവസ്ഥ. ഞാൻ ശരിക്കും ആ ഫോട്ടോസ് ഒന്നും എടുത്ത് വെച്ചില്ല. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വിഷമായത് കൊണ്ട് ഇതൊന്നും അല്ലായിരുന്നു. കറുത്തിട്ട് ഫേസിന്റെ ഒരു കോലം തന്നെ പോയി എന്ന് തന്നെ പറയാം. പക്ഷെ അവിടുന്ന് ഞാൻ ഇതിനെ ഇങ്ങനെ തിരിച്ചെടുത്തത് ഈ ഒരൊറ്റ ഫേസ് പാക്ക് കൊണ്ടാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. അതാ ഞാൻ പറയാ, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്കിത് മാറണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 3 മാസമൊക്കെ കണ്ടിന്യൂസ്, ഒരു ദിവസം പോലും മുടക്കാതെ, ആദ്യമൊക്കെ ഫേസിന് നല്ലതാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ വീക്കിലി 3 ദിവസമൊക്കെ ഞാൻ ഇപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അന്ന് ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ട് ഒരു സാധനമാണ്. മാറണം എന്ന് വിചാരിച്ചത്. പിന്നെ മാറ്റം വന്നു തുടങ്ങിയപ്പോ പിന്നെ ഒരു ദിവസം പോലും ഞാൻ വിടാതെ അത് ചെയ്യുമായിരുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. താങ്ക്